തങ്കഅങ്കി ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ 1 മണിക്കൂറോളം വിശ്രമിച്ച ശേഷമാണ് തങ്കഅങ്കി സന്നിധാനത്തേക്ക് മല കയറുക. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ് ബാബു, എത്രമാത്രം ഭക്തി നിർഭരമാണ് ശബരിമല? ഇന്ന് തങ്കഅങ്കി ഘോഷയാത്ര ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എത്രമാത്രം തിരക്കാണ്? സ്വാതി, നിലവിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് തങ്കഅങ്കി ഉള്ളത്. ഒന്നരയോടെ മന്ത്രി വി വാസവൻ ഉൾപ്പെടെ സ്വീകരിച്ച് അത് പമ്പ ക്ഷേത്രത്തിൽ വിശ്രമിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഈ തങ്കഅങ്കി ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തലയിൽ ചുമന്നുകൊണ്ട് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. തുടർന്ന് മരക്കൂട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ തങ്കഅങ്കിയെ സ്വീകരിക്കും, ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് അവിടെ നിന്നും ഘോഷയാത്രയായി സന്നിധാനത്ത് എത്തിക്കുന്ന തങ്കഅങ്കി മേൽശാന്തിയും ശബരിമല മേൽശാന്തിയും അതുപോലെ തന്ത്രി സ്വീകരിക്കും. തുടർന്ന് 6:30-ക്കാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപ സന്നിധാനത്ത് തങ്കഅങ്കി ഘോഷയാത്ര ഇന്ന് എത്തും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും അല്പസമയത്തിനകം തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. ആ വിവരങ്ങളാണ് ശ്രീരാജ് ബാബു നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാജ്, എത്രമാത്രം ഭക്തി നിർഭരമാണ്, ഭക്തജന തിരക്കാണ് ഈ ഒരു തങ്കഅങ്കി ഘോഷയാത്ര കാണാനായി അവിടെയുള്ളത്? ശ്രീരാജ്, കേൾക്കാമെങ്കിൽ എത്രമാത്രം ഭക്തജന തിരക്കാണ് അവിടെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറോളം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തങ്കഅങ്കി ദർശനം നടത്താനായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും തങ്കഅങ്കി പെട്ടിയിലാക്കി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തുടർന്ന് മരക്കൂട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗികമായി സ്വീകരിക്കും. സ്വീകരിച്ചതിന് ശേഷം സന്നിധാനത്തേക്ക് മരക്കൂട്ടത്തിൽ നിന്നും സന്നിധാനത്തേക്ക് ഘോഷയാത്രയായി എത്തും. തുടർന്ന് സോപാനത്തിലെത്തുന്ന തങ്കഅങ്കിയെ ശബരിമല മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് സ്വീകരിച്ചിട്ട് 6:30-ക്കാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ദീപാരാധനയാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. ശേഷം നാളെയോടെയാണ് 41 ദിവസം പൂർത്തിയാക്കിയിട്ടുള്ള മണ്ഡല പൂജയും നടക്കുക. എന്തായാലും ഇന്നിപ്പോൾ 40 ദിവസമായിരിക്കുന്നു. മറ്റ് പരാതികളൊന്നുമില്ലാത്ത ഒരു വളരെ മികച്ച മണ്ഡലകാലം തന്നെയായിരുന്നു ഈ മണ്ഡലകാലം എന്ന് പറയേണ്ടി വരും. 41-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഈ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് വൈകിട്ട് അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും.